ഇന്ത്യയോടുള്ള കാനഡ വിരോധത്തിന് അധിക കാലത്തെ പഴക്കമൊന്നുമില്ല. പക്ഷേ ഒരു നാണക്കേടിൽ നിന്നുണ്ടായ വൈരാഗ്യവും വൈക്ലഭ്യവും അതിനെ അങ്ങനെ വേണം പറയാൻ. മാർക്ക് കാർണി പ്രധാനമന്ത്രിയായിട്ടും അത് തീർന്നിട്ടില്ല എന്ന് വേണം ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കണ്ടാൽ കരുതാൻ. ആകമൊത്തം കാനഡ വിഴുങ്ങുന്നതിനും പിന്നെ US-ന്റെ 51ാമത് സംസ്ഥാനമാക്കുന്നതിനും കോപ്പുകൂട്ടുകയാണ് തൊട്ടപ്പുറത്ത് തന്നെ ഡൊണാൾഡ് ട്രംപ്. അവിടെ ട്രംപിന് മുന്നിൽ വായും പൊത്തി നിന്ന് മുട്ടുമിടിച്ച് നിൽക്കുന്ന മാർക്ക് കാർണി തങ്ങളുടെ കൂടിയായ ബ്രിട്ടീഷ് രാജാവിനെ കാനഡയിലേക്ക് വരുത്തിയാണ് ട്രംപിനെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ കാനഡയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് മറ്റൊന്നുമല്ല, പുതുക്കിയ എമിഗ്രേഷൻ ബില്ലിലെ വ്യവസ്ഥകളാണ്. ഇന്ത്യക്കാർക്കടക്കം അവിടെ കർശന വിലക്കാണ്. കടക്ക് പുറത്തുനിന്ന് മുഖത്ത് നോക്കി പറയാൻ ഒരുങ്ങുകയാണ് ഇന്ത്യക്കാരോട് ഇപ്പോൾ കാനഡയിലെ മാർക്ക് കാർണി സർക്കാർ. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ പെട്രോൾ പമ്പിലെ ജീവനക്കാരോ റെസ്റ്റോറൻറ്റുകളിലെ ഷെഫോ കുക്കോ ഒന്നുമല്ല. ഇന്ത്യൻ IT വിദഗ്ധർ ഭൂരിഭാഗവും, പിന്നെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ, അതിൽ സ്റ്റുഡൻറ് പെർമിറ്റുള്ള ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ. ഇവർക്ക് കാനഡയിലേക്കുള്ള പ്രവേശനം ഇനി എങ്ങോട്ട് തടയാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞത് UK ഇപ്പോൾ പുറത്തുനിന്ന് വന്നവരുടെ ഒരു കണ്ടാൽ അറിയാത്തവരുടെ ദ്വീപായി മാറിയിരിക്കുന്നെന്ന്. അതിൻ്റെ ചൂടുപിടിച്ചാണോ ഇപ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രിയുടെ നീക്കമെന്ന് കണ്ടറിയണം. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയേക്കാൾ ഒരു പടി മുന്നിലാണ് ഇന്ത്യ വിരോധത്തിൽ മാർക്ക് കാർണി എന്ന് വേണം ഇപ്പോഴത്തെ സംഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് അതിനിടെ ഇന്ത്യക്ക് ആതിഥേയരായ കാനഡ ക്ഷണം നൽകിയിട്ടില്ല. ഇന്ത്യ ക്ഷണിക്കാതെ അങ്ങനെ കാനഡ ഒളിച്ചു കളിക്കുകയാണ്. ഇനി 2 ആഴ്ച മാത്രമാണ് ഈ ഉച്ചകോടിക്കുള്ളത്. പക്ഷേ ഇന്ത്യക്ക് അത് നിസ്സാരമാണ്. അവസാന നിമിഷം കാനഡയിൽ നിന്നും ക്ഷണം ലഭിച്ചാലും പ്രധാനമന്ത്രി പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഒന്നുകിൽ S ജയശങ്കർ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ മറ്റേതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥൻ. ഇവരായിരിക്കും ഇനി G7 ഉച്ചകോടിയിൽ ഇന്ത്യ പ്രതിനിധാനം ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യക്ക് കാനഡയുടെ ചായയും കടിയുമൊന്നും വേണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ട് പോകുന്നതുമില്ല. ഖലിസ്ഥാൻ്റെ ഒരു നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതകത്തെ തുടർന്ന് വർഷങ്ങളായി ഇന്ത്യ കാനഡ ബന്ധം വഷളാണ്. ഈ കൊലപാതകത്തിൽ ഒരു ഖലിസ്ഥാൻ തീവ്രവാദി കൊല്ലപ്പെട്ടു എന്നല്ല, അതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നായിരുന്നു കാനഡയുടെ പ്രധാന ആരോപണം. അപ്പോൾ മാർക്ക് കാർണിയുടെ കാനഡ ഇപ്പോഴും അത് ഉയർത്തിപ്പിടിച്ച് നടക്കുകയാണെന്ന് വേണം കരുതാൻ. ഇതിനുള്ള പണി ട്രംപിൻ്റെ സഹായമില്ലാതെ തന്നെ നരേന്ദ്രമോദി കൊടുത്തുള്ളൂവെന്നത് ഉറപ്പ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് ഇന്ത്യക്ക് ക്ഷണമില്ലാത്തതെന്നാണ് വിലയിരുത്തൽ. കാനഡയിൽ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുക്കില്ല എന്ന ഉറച്ച നിലപാടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യക്ക് പുറമെ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US തുടങ്ങിയവയാണ് G7 കൂട്ടായ്മയിലെ മറ്റംഗങ്ങൾ. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം നൽകിയതിനേക്കാൾ പകുതി പോലും ഈ വർഷം കാനഡ വിസ നൽകിയിട്ടില്ല. വർക്ക് പെർമിറ്റ് നൽകിയിട്ടില്ല. സ്റ്റുഡൻറ് പെർമിറ്റ് നൽകിയിട്ടില്ല. പുതിയ എമിഗ്രൻസ് അത് ഇന്ത്യയിൽ നിന്ന് പ്രധാനമായും ഇങ്ങോട്ട് വരണ്ട എന്ന കടുത്ത നിലപാട് ഇപ്പോൾ കാനഡിയൻ പുതിയ സർക്കാരിന്. ഹാർവാർഡിനും കൊളംബിയ യൂണിവേഴ്സിറ്റികൾക്കും നേരെ ട്രംപ് കാട്ടുന്നത് കണ്ട് കോപ്പിയടിക്കുകയാണോ മാർക്ക് കാർണി എന്നും സംശയമുണ്ട്. കണക്കുകൾ അത്ര നിസ്സാരമൊന്നുമല്ല. 2024 4,27,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിൽ വിവിധ സർവകലാശാലകളിൽ പഠിച്ചിരുന്നതെങ്കിൽ ഇതുവരെ നൽകിയത് 1,90,000 സ്റ്റുഡൻറ് പെർമിറ്റുകൾ മാത്രം. 52% ഇടിവ്. എന്നിട്ടും ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ഒരു വിവേചനവുമില്ലെന്ന് കാനഡ പച്ചയ്ക്ക് പറഞ്ഞു കളയും. 2024 1,30,000 ഇന്ത്യക്കാർക്കാണ് സ്ഥിരം വർക്ക് പെർമിറ്റ് കിട്ടിയതെങ്കിൽ 9% അത് കുറഞ്ഞു ആ വർഷം. ഈ വർഷം ഇനിയും അത് കുറയുമെന്നതിൽ ഒരു സംശയവുമില്ല. എമിഗ്രൻസ് പടുത്തുയർത്തിയ കാനഡയുടെ സാമ്പത്തിക ചട്ടക്കൂട് ഒന്ന് ബലപ്പെട്ടപ്പോൾ UK പോലെ അവരെ പുറന്തള്ളുന്ന നടപടി, അത് ഇന്ത്യക്കാരെ തിരിഞ്ഞു പിടിച്ച് പുറന്തള്ളുന്ന പുതിയ എമിഗ്രേഷൻ ബില്ലിലെ വ്യവസ്ഥകൾ, ആ നയത്തോട് ഇന്ത്യ ഒട്ടും യോജിക്കില്ലെന്ന് ഉറപ്പാണ്. അത് നിജ്ജാറിൻ്റെ വിഷയത്തിലായാലും മറ്റെന്തിൻ്റെ പേരിലായാലും തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനൊപ്പം അവരെ തട്ടിപ്പുറത്താക്കുന്നവർക്കെതിരെ കടുത്ത നിലപാടെടുക്കാനും ഇന്ത്യക്ക് മടിയില്ലെന്ന് പല വിഷയങ്ങളിലും ലോകരാജ്യം കണ്ടതാണ്. കാനഡയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഓരോന്നും ന്യൂഡൽഹി സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയുമാണ്. എന്തായാലും മാർക്ക് കാർണിക്ക് സമയം അത്ര നല്ലതല്ല എന്ന് തന്നെ വേണം കരുതാൻ.